ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അനന്തപുരത്തറവാടിനെയും അതുപോലെ അവരുടെ മൂർത്തീസ് ജ്വല്ലറിയെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ വന്നതും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ജയനും ദേവയാനിയും കൂടി ഇറങ്ങി വരുവാണ്. എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത്, എന്തൊക്കെയാ കേൾക്കണേ എന്നൊക്കെ മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജയനും ദേവയാനിയെയും കണ്ടു ഇവർ രണ്ടുപേരും. അപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. അറിഞ്ഞച്ചാ ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് ചോദിക്കുമ്പം, അച്ഛാ എൻ്റെ ബലമായ സംശയം അനാമികയും അവളുടെ അച്ഛനെയും തന്നെയാണെന്ന് ദേവയാനി പറയുമ്പോൾ, മുറിവേറ്റ് പോയവർ തിരിച്ച് മുറിവേൽപ്പിക്കാനുള്ള ശ്രമമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആദർശിനെയാണ് മോശമായി ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അതും ഒരു തെറ്റ് ചെയ്യാത്ത എൻ്റെ ആദർശ് മോനെയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലമ്മേ, ചന്തമോളുടെ അച്ഛൻ ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ആദർശ് തന്നെയല്ലേ എന്നും അങ്ങനെയുള്ളപ്പോൾ ഈ വാർത്ത നിഷേധിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നും ജയൻ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം അവരെന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ദേവയാനി ചോദിക്കുക. നടന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ദേവയാനി പറയുമ്പോൾ, ചന്തമോളുടെ അച്ഛൻ ആദർശാണെന്നാണ് മോള് പോലും ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ഒരു ധാരണ മാറ്റണമെന്നൊന്നും എനിക്കില്ല. കാരണം സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കാത്തവനാണെന്ന് പറഞ്ഞു. അത് ശരി അച്ഛൻ പറഞ്ഞത്, അവനാണ് യഥാർത്ഥ തെറ്റുകാരനെന്നറിയാം. എന്നിട്ട് അവളെ നമ്മൾ പിടിക്കുന്നത് വരെ അവനതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ എന്ന് ദേവയാനി ചോദിച്ചു. അവനാണ് തെറ്റുകാരനാണെന്ന് അവൻ്റെ മുഖത്ത് നിന്ന് ആർക്കും വായിച്ചെടുക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നും ദേവയാനി പറഞ്ഞു. നേരത്തെ ഇതുപോലെ വാർത്ത വരാൻ പോയപ്പോൾ അത് നയനയും ആദർശും ആ കേണലെല്ലാവരും കൂടെ ചേർന്നാണ് തടഞ്ഞത്. പക്ഷേ ഇത്തവണ ഇതൊന്നും നമുക്ക് നേരത്തെ അറിയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ ചുവട് പിടിച്ച് പുതിയ പുതിയ കഥകൾ വരും. നമ്മൾ കേൾക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും ഇനി പുറത്തു വരാൻ പോകുന്നതെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അബിക്കിത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസമൊന്നും. പിന്നെ പ്രതി വേണുവും അയാളുടെ മോളും തന്നെയാണെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ്. നോക്കാം, നമുക്കിത് എവിടം വരെ പോകുമെന്ന് നോക്കാമെന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ എവിടെ നിൽക്കുകയാണ്. ഇവരും എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സമയത്ത് വാർത്ത വന്നതിൻ്റെ സന്തോഷത്തിൽ ചായയൊക്കെ കിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ അബി. അപ്പം നയനതേ ഇവൻ്റെ അടുത്തേക്ക് വന്നു. നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു, നിനക്കിതിലൊന്നും പങ്കില്ലല്ലോ അല്ലേ എന്ന് നയന ചോദിക്കുമ്പം, അയ്യോ എന്താ ഏട്ടത്തി, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനേ ഭയങ്കര പാടാ. എല്ലാം അറിഞ്ഞവരായിരിക്കും ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നടക്കുന്നതെന്ന് നയന പറയുമ്പം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏട്ടത്തിന്ന്. അബി, എന്നാൽ മനസ്സിലാക്കിക്കോ, ആദർശേട്ടനെ പറ്റി വളരെ മോശമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിന് പിന്നിൽ നീയാണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് നയന ചോദിക്കുമ്പോൾ, അയ്യോ സത്യമായിട്ട് ഞാനല്ല ഏട്ടത്തി, എനിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ഏട്ടത്തി എന്നും ചോദിച്ചാൽ, അങ്ങനെ ചെയ്താൽ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്കറിയാവുന്നതല്ലേ എന്നും ചോദിച്ചു. അതുകൊണ്ട് നീ ചെയ്തു കാണില്ലായിരിക്കും, പക്ഷേ നീ ജയിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൻ്റെ പിന്നിൽ അനാമികയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ അനാമികയ്ക്ക് ധൈര്യം കൊടുത്തവർ നീയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് നയന പറയുമ്പം, ദൈവത്തിനാണ് ഞാനല്ല, എൻ്റെ അമ്മയാണ് സത്യം, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എൻ്റെ ഏട്ടത്തിയെന്നും പറഞ്ഞെന്ന് ഉരുളുമ്പം, നിനക്ക് അമ്മയും ദൈവമൊന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വ്രതം തെറ്റിച്ച് നീ മലയ്ക്ക് പോകാൻ വരെ ശ്രമിച്ചത്. അങ്ങനെയുള്ള നീ സത്യം പറയുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല എന്ന് നയന ഇവൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നിനക്ക് വേണ്ടി ആദർശേട്ടൻ ത്യാഗമാണ് ചെയ്യുന്നത്. എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി, ചേച്ചിയുടെ കുഞ്ഞിന് അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നതാണെന്ന് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെയുള്ളപ്പം നീ മിടുക്കനാകാൻ നോക്കിയാലേ നിൻ്റെ പ്രകടനമൊക്കെ ഉടനെ അവസാനിക്കുമെന്നും നയന പറയുമ്പം, എൻ്റെ ഏട്ടത്തി എന്തെങ്കിലും തെളിവ് മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറഞ്ഞു അബി. ഞാൻ വാച അറിയാത്ത കാര്യത്തെപ്പറ്റിയൊക്കെ ഏട്ടത്തി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അബി പറയുമ്പം, ആദർശനേക്കാളും അനിയേക്കാളും ഒക്കെ മികച്ചവനാണ് നീ എന്ന ധാരണയിലാണ് ഇപ്പം എൻ്റെ ചേച്ചി ഇവിടെ ജീവിച്ചു പോകുന്നത് തന്നെ. അതിൻ്റെ ഒരു ആത്മവിശ്വാസവും തലയെടുപ്പൊക്കെ ചേച്ചിക്കുണ്ടെന്നും നയന അങ്ങ് പറഞ്ഞു കേട്ടോ. അതങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് കരുതിയാ ഞാനും ആദർശേട്ടനും പലതും സഹിച്ച് ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നീയും ഇതിനകത്ത് പ്രതിയാണെങ്കിൽ ഉറപ്പായിട്ടും നവ്യേച്ചി അറിയേണ്ടതെല്ലാം ചേച്ചി അറിഞ്ഞിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. എന്ന് മാത്രമല്ല, നീ ഇപ്പോൾ വ്യക്തമായ തെളിവ് മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറഞ്ഞല്ലോ, അങ്ങനെ തന്നെ ഞാൻ ചേച്ചിയോട് സംസാരിക്കും. നിനക്കെതിരെയുള്ള ശക്തമായ തെളിവാ അനഘയും ചന്തുമോളും എന്ന കാര്യം നയനെ പറഞ്ഞു കേട്ടോ. ആ തെളിവിനപ്പുറം മറ്റൊന്നും വേണ്ട ചേച്ചിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനെന്നും പറഞ്ഞ് അതിലേക്ക് നീ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുതെന്നും നയന അഭിയോട് പറഞ്ഞു.
ഇവിടെ നീ പറഞ്ഞത് സത്യമാണെന്ന് പൂർണ്ണമായിട്ട് വിഴുങ്ങിയിട്ടൊന്നുമല്ല ഞാനിവിടെ നിന്ന് പോണത്. നീയേ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാ, അത് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പം നീ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ പ്രതിയാക്കാനടി എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അഭിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ധൈര്യം, അവനിങ്ങനെ ഒന്നും പറ്റില്ല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ ഇരിക്കുന്നു. കനക ചായ ആയിട്ട് ചെന്നു. നന്ദു ഓടി ഇറങ്ങി പോകാൻ നോക്കുക. അപ്പോൾ മോളെ നീ പോവാണോ, കാപ്പ് പിടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ, ഇന്നേ പുതിയ CI ചാർജ് എടുക്കുന്ന ദിവസം എനിക്ക് നേരത്തെ അവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായിപ്പോയി. നിരപരാധിയായ ആദർശേട്ടനെക്കുറിച്ച് വളരെ മോശമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം നന്ദു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ സങ്കടത്തിൽ തന്നെയാണ് മോളെ ഞങ്ങളുമെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. ഇതിനു പിന്നിലും അവൾ തന്നെ ആയിരിക്കുമല്ലേ ആ അനാമിക എന്ന് അവൾ പിണങ്ങി പിരിഞ്ഞല്ലേ പോയിരിക്കുന്നത്. അവളുടെ അച്ഛനെയും അമ്മയെയും കാണേണ്ട രീതിയിൽ പലതവണ ഞാൻ കണ്ടതാ. പക്ഷേ എങ്കിലും പെട്ടെന്ന് അനാമികയ്ക്ക് അനന്തപുരി തറവാടിൻ്റെ പടിയിറങ്ങേണ്ടി വന്നതിൻ്റെ ആ ഒരു ദേഷ്യമാണ് അവൾ തീർത്തിരിക്കുന്നത്. അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞു. ആദർശ് നിരപരാധിയാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ മോളെ. നമുക്ക് കാര്യങ്ങൾ കയ്യിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ അത് പറയണം. അതിനിപ്പോൾ പേടിക്കുന്നത് എന്തിനാ ആദർശേട്ടൻ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ കോമാളിയാകാൻ പോകുന്നത്? ആദർശേട്ടൻ മാധ്യമങ്ങൾ ക്രിമിനലായി ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥ കഥകൾ മീഡിയ അറിയുന്നത് തന്നെയല്ലേ നല്ലതെന്ന് നമ്മുടെ നന്ദു ചോദിച്ചു. ആദർശ് ഇപ്പം മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD ആണെന്നും അങ്ങനെ ഒരാൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബിസിനസ്സിനെ പോലും ബാധിക്കില്ലേ എന്ന് ചോദിച്ചു. നമ്മളായിട്ടും ഒന്നും പറയാൻ പോകണ്ട അച്ഛാ. എനിക്ക് തോന്നുന്നത് നയനേച്ചി ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെയാണെന്ന് നന്ദു ഇവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മോളെ, പക്ഷേ നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നയനെ പോലെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുമെന്ന് ചോദിച്ചു. ആദർശേട്ടൻ തെറ്റുകാരനാണെന്ന് പറയുമ്പോൾ നയനേച്ചിക്കും എനിക്കൊക്കെ അറിയായിരുന്നു ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന്. അതുകൊണ്ടാണ് നയനേച്ചി പക്വതയോടുകൂടി പെരുമാറിയതെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഇവിടെ ചന്തുമോൾ അഭിയുടെ കുട്ടിയാണ്. അഭി തെറ്റുകാരനാണെന്ന കാര്യവും നന്ദു ഇവരോട് പറയുവാണ്. അത് എത്രത്തോളം നവ്യേച്ചി സഹിക്കുമെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ കാര്യം പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ നന്ദു ഇതിൻ്റെ പിറകെ പോകുമെന്ന് തന്നെ ഇവരോട് പറയുവാണ്. എന്തായാലും ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടനെ ഈ ഒരു കേസിൽ കൊടുക്കാൻ നോക്കിയാൽ തെറ്റ് ചെയ്തവരതിൻ്റെ അനന്തരഫലം അത് അനുഭവിക്കേണ്ടേ അമ്മയെന്ന് ചോദിക്കാം. എന്തായാലും ഞാനിതേ പറ്റിയൊരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു. ഇപ്പോൾ ഈ വാർത്ത വന്ന ചാനലെ ഇത്തരം വാർത്തകൾ മാത്രം പടച്ചുണ്ടാക്കുന്നതാണെന്ന കാര്യം നമ്മുടെ നന്ദു ഇവരോട് അന്നേരം പറഞ്ഞു. എന്തായാലും കേസുമായി ആ ചാനലുമായ കയ്യിൽ കിട്ടിയാൽ അവർ പിന്നെ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കും ഇത്തരം വാർത്തകളിന് പുറത്ത് വിടണോ വേണ്ടയോ എന്നുള്ളതെന്നും നന്ദു പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് നന്ദു പോയി അടുത്തത് പോലീസ് സ്റ്റേഷന് എൻ്റെ ആ പരിസരവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ കുറേ പോലീസുകാരൊക്കെ കൂടി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു ടാക്സിയിൽ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അയാൾ വന്നപ്പോൾ പണിക്കാരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ നോക്കി നിൽപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ നന്ദു ഒരാളെ എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോലീസുകാരൻ അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നന്ദുവിൻ്റെ ആ ഒരു ഇതെല്ലാം അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എടുക്കടാ മാല എടുക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല മേഡം, ഞാൻ എടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പോൾ മാല എടുക്കാൻ പറഞ്ഞ് നന്ദു അവനായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ട്. ആ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അയാൾ അന്നേരത്തേക്കും നന്ദുവിൻ്റെ കയ്യിലേക്ക് ആ മാല എടുത്തു കൊടുത്തു. അങ്ങനെ മാല എടുത്ത് കൊടുത്തിട്ട് ആ ചേച്ചിയുടെ കയ്യിലേക്ക് നന്ദു മാലയും കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ CI സാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ തിന്നു നമ്മുടെ നന്ദുവിന്. ദേ അമ്മയ്ക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് നിന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ ആരുടെയും മാല പൊട്ടിക്കാൻ നിരക്കൈ പൊങ്ങത്തില്ല റോസ്കലെന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ കേസ് നല്ല പുഷ്പം പോലെ കൈകാര്യം ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ വന്ന പുള്ളിക്കാരൻ ഇങ്ങനെ നന്ദുവിനെ ഒരു ചെറു ചിരിയോടുകൂടി നോക്കി നിൽക്കുവാണ്. അങ്ങനെ നന്ദു വന്നു വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോണു. ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും CIയുടെ യൂണിഫോം ഒക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ CIയുടെ യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ബൈക്കിലൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഭയങ്കര ഈ സ്റ്റേഷൻ എന്തായാലും കൊള്ളാം കേട്ടോ. സ്ഥല SI ഒരു വനിതയാണെന്ന് കേട്ടപ്പോൾ എനിക്കത്ര വല്ല മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾ പുലിയാണ് കേട്ടോ. അപ്പം ഞാൻ സിംഹമായേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് പോണു. അങ്ങനെ CI സാർ അങ്ങോട്ടേക്ക് പോകുന്ന ഈ ഒരു സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാർത്തയിൽ വരുന്നാലും പാലായാലും വിഷമായാലും
ഓണമായാലും വിഷു ആയാലും മലയാളികൾക്ക് പറയാൻ ഒരൊറ്റ ജ്വല്ലറിയേ ഉള്ളൂ, അത് മൂർത്തീസ് ജ്വല്ലറി ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വരിക. അപ്പോൾ ഈ വാർത്തയെല്ലാം കേട്ട് അന്തസ്സോട് തലയുയർത്തി പിടിച്ച് രേവതിയും വേണു ഒക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. എന്തൊരു ചിരിയാണോ മതി വേണുവിൻ്റെ മുഖത്ത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. വേണു അതൊക്കെ കണ്ടും കേട്ടും ഭയങ്കര ഇതിലിരിക്കുക. ഓ, രേവതിക്ക് അതിൻ്റെ അപ്പുറം സന്തോഷം. അങ്ങനെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മൂർത്തീസ് ജ്വല്ലറിയിലെ MD ഒരു സ്ത്രീയിലൊരു കുഞ്ഞുണ്ടായി, ആ പെണ്ണിനെ വഴി തെറ്റിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തയിൽ ഇങ്ങനെ പറയുക. അപ്പോൾ ഇതെല്ലാം കേട്ട് അനാമിക മോളും അപ്പുറം ഇരുന്ന് ഭയങ്കര ചിരിയാണ്. അനന്തമൂർത്തിയും കുടുംബവും ആൾക്കാരുടെ മുന്നിൽ നാണം കെടുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ എന്ന് രേവതി ചോദിച്ചു. ഇനിയിപ്പോൾ ആ വീട്ടിലെ ചാനലുകാർ വളയും, മൂർത്തിക്ക് വിവാദ നായകനായ MDക്കും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഈ അനഘ പറയുമ്പം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചത് ആദർശാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ വേണു പറയുന്നത്. പുറത്തിറങ്ങിയാൽ അവനെ ജനം കല്ലെറിയുമെന്നും പറഞ്ഞിങ്ങനെ പറയുന്നു. അതിനയാൾ വില കൂടിയ കാറിൽ ഗ്ലാസ് കയറ്റിയിട്ടിട്ടല്ലേ പോകുന്നത് എന്ന് അനാമിക പറയുമ്പോൾ, ഓ, അവൻ്റെ കാറ് ചിലപ്പോൾ കത്തിക്കും എന്ന് രേവതി. അങ്ങനെ കത്തിക്കണം എങ്കിലേ അവൻ മാത്രമല്ല അവനേക്കാൾ ഉപരി ഒരുത്തി അവിടെ ഉണ്ടല്ലോ, നയനിയെന്ന് പറയുന്നവള്, അവളുടെയും കൊമ്പൊടിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് വലിയ തെറ്റായി പോയെന്ന് മൂർത്തിക്ക് തോന്നണമെന്നും വേണു പറയുക. നമ്മളെ തലയാട്ട് അനാമിക, നിന്നെ ഇനി അയാൾ തിരിച്ചു വിളിക്കണം. ഇനി തിരിച്ചു വിളിച്ചില്ലെങ്കിൽ കേസും വഴക്കും ഒന്നും ഉണ്ടാകാതെ ഇത് കോംപ്രമൈസ് ചെയ്യാൻ നിന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ അയാൾ ഇട്ട് തരണമെന്ന് വേണു പറയണം. അതിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറയുന്നതും കണ്ട് സ്വപ്നവും കണ്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ മോള്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു സ്റ്റേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അനി അവിടെ നന്ദുവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അനിയെ കണ്ടപ്പോഴത്തേക്കും നന്ദു ഒരു ചെറു ചിരിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് നന്ദു കയറി വരുന്നത്. നന്ദുവിനെ കണ്ടപ്പോൾ അനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അപ്പോൾ അവിടെയുള്ള പോലീസുകാരൊക്കെ അനന്തപുരിയിലെ പയ്യെ ഇനിയിപ്പോൾ ജ്വല്ലറിയിലല്ല നോക്കുന്നത്, നമ്മുടെ മേഡത്തിനെയാണെന്ന് പോലീസുകാർ അവിടെ നിന്ന് ഇങ്ങനെ പറയുക കേട്ടോ. ഈ പയ്യന് ചിങ്ങമാസത്തിന് കടയിലൊന്നും പോകണ്ടായോ എന്നൊക്കെ അവിടുത്തെ പോലീസുകാർ ഇങ്ങനെ പറയുന്നു. മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞിട്ടും ഇന്നലെ നീ എനിക്ക് മെസ്സേജ് അയച്ചല്ലേ എന്ന് ചോദിച്ചു നന്ദു. ഞാനോ? അപ്പം കിടന്ന് ഉരുളണ്ട, ഇന്നലെ നിൻ്റെ മെസ്സേജ് വന്നായിരുന്നല്ലോ, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എന്നെ ഉറക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അയ്യോ, നീ എന്തൊക്കെയാണ് നന്ദു ഈ പറയുന്നേ? ദൈവത്തിനാണ് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നന്ദു, നീ കള്ളസത്യം ഇടാനും തുടങ്ങിയോ അനി എന്ന് ചോദിക്കുമ്പോൾ, ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്കാരാ മെസ്സേജ് അയച്ചോന്ന് ചോദിച്ചു. അയ്യോ, എൻ്റെ പൊന്നSI സാറേ, മുത്തശ്ശനും മുത്തശ്ശിയും പിടിച്ച് ഞാൻ ഒരിക്കലും കള്ളസത്യം ചെയ്യാറില്ല എന്ന് നന്ദുവിനോട് അനി പറഞ്ഞു. അവരെ പിടിച്ച് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം, ഞാനൊരു മെസ്സേജും അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദു ഒന്ന് ഞെട്ടി. പിന്നെ നിൻ്റെ മൊബൈലിൽ നിന്ന് വേറെ ആരാ എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് നന്ദു ചോദിക്കുമ്പം, എൻ്റെ നന്ദു ഇപ്പം എൻ്റെ മൊബൈൽ എൻ്റെ അമ്മയുടെ കയ്യിലാണ്, ചിലപ്പോൾ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു മെസ്സേജ് അങ്ങനെ ആരെങ്കിലും അയച്ചത്, ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ അപ്പച്ചിയോ അബിയോ ആയിരിക്കും എന്ന കാര്യവും നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു. അപ്പോൾ നന്ദുവിന് ടെൻഷനായി. എന്നിട്ട് നീ റിപ്ലൈ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഭാഗ്യത്തിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല, നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി മനഃപൂർവ്വം അയക്കാത്താണെന്ന് പറഞ്ഞപ്പം അതെന്തായാലും നന്നായി, നീ തിരിച്ചൊന്നും അയച്ചില്ലല്ലോ, അതുകൊണ്ട് നിൻ്റെ മനസ്സ് എന്താണെന്ന് അറിയാൻ ശ്രമിച്ച ഒരു പരാജയപ്പെട്ട് കാണുമെന്ന് അനി ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇനി എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറുപടി അയക്കരുത് കേട്ടോ എന്ന് നമ്മുടെ അനി പറയുക. പിന്നെ നീയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എൻ്റെ മൊബൈൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെന്നും അനി പറയുമ്പം, നിൻ്റെ അമ്മ ഇത്രയും സ്ട്രിക്റ്റായിട്ട് നിലപാടെടുക്കുമ്പോൾ നീ എന്തിനാ അനി എൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി തിരിയുന്നതെന്ന് നന്ദു അന്നേരം ചോദിച്ചു. നീ ഇപ്പോഴും എൻ്റെ കോള് പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് അനി അന്നേരം നന്ദുവിനോട് ചോദിച്ചു. നീ പലതും നിഷേധിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഓണത്തിന് തന്ന സാരി നീ ചുറ്റിയപ്പോൾ തന്നെ എനിക്കറിയാം നിനക്കെന്നോടുള്ള സ്നേഹം എത്രയാണെന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോൾ അതെല്ലാം കേട്ട് നീ കരുതുന്നത് പോലുള്ള സ്നേഹമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ CI സാറ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പുതിയ ആൾ വരുന്നത് കണ്ടപ്പോഴത്തേക്കും നന്ദു പെട്ടെന്നതായി. അങ്ങനെ എല്ലാവരും വേഗം അങ്ങനെ ചെല്ലുക സാറിനെ കണ്ട. അപ്പോൾ അനി നീ പൊയ്ക്കോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് ചെന്നു. അനി അന്നേരം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനി അങ്ങ് പോയപ്പം നമ്മുടെ CI സാറ് അനിയൊന്ന് നോക്കി, ഇവരങ്ങനെ നോക്കിയിട്ടാണ് അങ്ങ് പോകുന്നത്. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ CI സാറിന് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി, അതിനുശേഷം ഇങ്ങനെ അവർ നിൽക്കും, സല്യൂട്ടൊക്കെ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ വന്നു നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. നന്ദുവിനെ നോക്കി ഭയങ്കര ഒരു പുഞ്ചിരിയോട് കൂടി നിൽക്കുക കേട്ടോ. നന്ദുവിനാണ് പേടിയായി ചെയ്തു. നന്ദു ഇങ്ങനെ അദ്ദേഹത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ബാക്കിയുള്ള പോലീസുകാരൊക്കെ അദ്ദേഹം നോക്കുന്നു.
അങ്ങനെ വന്നിട്ട് വേറൊരു പോലീസുകാരൻ്റെ തൊപ്പിയൊക്കെ നേരെ വെച്ചു. അതിനുശേഷം ഡിസിപ്ലിൻ, അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ, കീപ്പ് ഇറ്റ് അപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CI സാറ് അകത്തേക്ക് കയറിപ്പോയി. CI സാർ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ നോക്കുക കേട്ടോ. നന്ദുവിന് മൊത്തത്തിൽ എന്തൊക്കെയോ ഇതാണെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ CI സാറിനെ നോക്കി നിൽക്കുന്നു. അനി അന്നേരം അവിടെ നിന്ന് അങ്ങ് പോണു. അനി എന്നിട്ട് നന്ദുവിനെ നോക്കി ചിരിച്ച് കാണിച്ചു. നന്ദു ആണെങ്കിലും അനിയെ നോക്കി ചിരിച്ചിട്ടൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം CI സാർ വന്ന് ഇങ്ങനെ അവിടെ ഇരുന്നു. അങ്ങനെ വന്നിരുന്നിട്ട് സച്ചിദാനന്ദൻ ടൈം ബോർഡിൽ മൊത്തം പേരും വെച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആ ഒരു ഇത് വെച്ചു. അന്നേരത്തേക്ക് നമ്മുടെ നന്ദു സാറിൻ്റെ അടുത്തേക്ക് കയറി വന്നു. അപ്പം നന്ദനെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. കരുത്തുള്ള 4-5 ചെറുപ്പക്കാർ വന്നാലും അവർ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ള വനിതാ SI. അപ്പോൾ നന്ദനെ പറ്റി ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പം അതിനെ കുട്ടിക്കാലം മുതലേ കരാട്ടയും കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട് സാർ, നമ്മുടെ നന്ദു സാറിനോട് പറയാം. നമ്മൾ ഒരേ വേവ് ലെങ്ത് ആട്ടോ, സെയിം പിച്ചാണെന്നും പറഞ്ഞാൽ സാർ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു. നന്ദു ചിരിച്ചു. സച്ചിദാനന്ദൻ അതെന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരാണെന്നും സച്ചി അല്ലെങ്കിൽ സച്ചിൻ അങ്ങനെ വിളിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുന്നു. നന്ദനെ നന്ദു എന്നല്ലേ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതെ സാർ അങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ എന്നെ സച്ചി സാറെന്നോ സച്ചിൻ സാറെന്നോ വിളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സച്ചിദാനന്ദൻ വേണ്ട, ഓക്കെ എന്ന് പറയുമ്പം ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പം നന്ദു ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത വെല്ലുവിളിയാകാനുള്ള എല്ലാ വഴികളും ഉണ്ട് നമ്മുടെ ഈ CI സാറ്. അങ്ങനെ നന്ദു സാറിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാറാണെങ്കിൽ നന്ദുവിനെ ഇങ്ങനെ അടിമുടി നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നന്ദുവിനാണെങ്കിൽ എന്തോ പോലെ ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട്. ഇഷ്ടപ്പെട്ടിട്ടാണോ നന്ദു ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പം അതെ സാർ അതേന്ന് പറഞ്ഞു. ഗുഡ്, പെൺകുട്ടികൾക്ക് വന്ന ഈ മാറ്റത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ എന്നൊക്കെ സാറ് നന്ദുവിനോട് പറഞ്ഞു. നമുക്ക് ഈ സ്റ്റേഷനിൽ ഒന്നിച്ച് നിന്ന് ക്ലീൻ ആക്കണമെന്നൊക്കെ സാറ് പറയുമ്പം ശരി സാറിനോട്. നന്ദുവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറഞ്ഞിങ്ങനെ നിൽക്കാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി വിശദമായി പരിചയപ്പെടാമെന്നാകട്ടോ ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ ഇതുവരെ ഇരുന്ന സ്റ്റേഷനിലൊക്കെ എല്ലാവർക്കും എന്നെ ഭയമായിരുന്നു എന്നും പിന്നെ സ്റ്റേഷനിലുള്ള പോലീസുകാർക്കും പുറത്തുള്ള ജനങ്ങൾക്കും എല്ലാം എന്നെ പേടിയായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞ്. എന്ന് വെച്ചാലേ ഞാനൊരു ഭീകരനാണെന്നൊന്നും അല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നിയമം വിട്ട് ആരെന്ത് ചെയ്താലും അവരെയൊക്കെ ഇടിച്ച് ഞാൻ പഞ്ചറാക്കും, അതിലൊരു മാറ്റവും ഇല്ല എന്നും സാർ പറഞ്ഞു. നന്ദു ചിരിക്കും ഇതൊക്കെ കേട്ട്. ലോക്കപ്പ് മർദ്ദനം എൻ്റെ ഒരു ഹോബിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കുറ്റം ചെയ്തിട്ട് സ്റ്റേഷനിൽ വരുന്നവരെ ഞാൻ തലോടാറില്ല എന്നും അദ്ദേഹം നന്ദുവിനോട് പറയുന്നു. പുറമേ പരിക്കില്ലാതെ ഇടിച്ച് ലെവലാക്കി കോർട്ടിൽ ഹാജരാക്കലാണ് എൻ്റെ ഒരു രീതി എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദുവിനെ വന്നതേ അയാൾ പേടിപ്പിക്കാം. ഞാൻ എൻ്റെ രീതിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എന്നാൽ പിന്നെ നന്ദു പോയിക്കോളൂ. അപ്പം ശരി സാറെന്ന് പറഞ്ഞ് നന്ദു സല്യൂട്ടൊക്കെ ചെയ്ത് അങ്ങ് പോയി. ഇയാളാണെങ്കിലും നന്ദുവിനെ തന്നെ ഒരു ഭാഗം നോട്ടവും നോക്കി ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. മിക്കവാറും നന്ദുവിൻ്റെ അനിയുടെ ഇടയിലേക്ക് ഇയാൾ കയറി വരുമെന്ന് ആരും ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.